ഓണസമൃദ്ധി 2026 കർഷക ചന്ത സംസ്ഥാനതല ഉദ്ഘാടനം കുടപ്പനക്കുന്ന് കൃഷി ഭവനിൽ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് നിർവഹിച്ചു. ഓണം മലയാളികളുടെ നമ്മുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഉത്സവമാണ്. ഈ ഉത്സവത്തെ വീടിൻ്റെ അടുക്കളയിൽ അനവസരങ്ങളും അസ്വസ്ഥതകളുമില്ലാതെ, പോക്കറ്റുകൾ കാലിയാവാതെ ഓണസമയത്ത് മനോഹരമായി വയറ് നിറച്ച് ഓണമുണ്ണാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിൻ്റെ ഭാഗമായി സപ്ലൈകോയുടെ ഇടപെടലുകൾ, കൺസ്യൂമർ ഫെഡിൻ്റെ ഇടപെടലുകൾ, സഹകരണ ചന്തകൾ, ഇതെല്ലാം വിവിധ തലങ്ങളിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 2000 കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള 2000 മാർക്കറ്റുകൾ ഇന്ന് ഓപ്പൺ ആവുക. ഈ 2000 ചന്തകളിലൂടെ ഏറ്റവും നല്ല പച്ചക്കറികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അതിനാവശ്യമായിട്ടുള്ള യോഗങ്ങളും ക്രമീകരണങ്ങളും നിർവഹണ നടപടികളും എല്ലാം സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് ഈ 2000 മാർക്കറ്റുകളിൽ 1074 കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ചതായിരിക്കുന്ന മാർക്കറ്റുകളും ഹോർട്ടികോർപ്പിന്റെ 766 VFPCKയുടെ ബാക്കി എണ്ണം ഉൾപ്പെടെ 2000 മാർക്കറ്റുകളാണ് കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത 2 കാര്യമാണ്. ഒന്ന്, കർഷകരിൽ നിന്ന് പച്ചക്കറികൾ ശേഖരിക്കുന്നത് സാധാരണ അവർക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ അവർക്ക് കിട്ടുന്നതായിരിക്കുന്ന തുകയേക്കാൾ അവർക്ക് 10% മുതൽ അധിക തുക നൽകിക്കൊണ്ടാണ് കർഷകരിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് 30% വില കുറച്ചുകൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് ചെറിയ സമയത്തിനകം 255 കോടി രൂപയിലെത്തി നിൽക്കുക. അത്രയും ഇടപെടലാണ്. സമാനമായ രീതിയിൽ ഇതും വരിക. എത്ര സബ്സിഡി കൊടുക്കണോ അതിനാവശ്യമുള്ളതായിരിക്കുന്ന പണം മുഴുവൻ നീക്കി വെച്ചുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായി ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഹോർട്ടികോർപ്പ് പച്ചക്കറി ശേഖരണം നടത്തിയതിന്റെ ഭാഗമായി കർഷകർക്കും അതുപോലെ കച്ചവടക്കാർക്കും നൽകാനുണ്ടായിരുന്ന വിവിധ തുകകൾ, അതിൽ 2,73,00,000 പരം രൂപ കർഷകർക്ക് നൽകാനുണ്ടായിരുന്നു. ആ മുഴുവൻ തുകയും നൽകാനുള്ള നടപടി സ്വീകരിച്ചു. അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വിതരണം. ഇത്തവണ മാവേലി കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു തർക്കവുമില്ല, തന്റെ നാട്ടുകാരായിട്ടുള്ള പ്രജകൾ മുഴുവൻ ആവേശത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഈ ഓണസമയത്ത് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലായി മാറിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ